ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസിൻ്റെ മറ്റൊരു വിഷയമായിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇന്ന് ഈ എപ്പിസോഡ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രമേഹം വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനോട് കൂടെ തന്നെ വളരെയധികം രോഗികളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ. പ്രമേഹമുള്ള വ്യക്തികൾക്ക് തൈറോയിഡിൻ്റെ അസുഖം കൂടുതലായി കണ്ടുവരുന്നു. 100 പ്രമേഹ രോഗികളെ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു 20 പേർക്കെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തന താളം കണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്തോ ആകട്ടെ, ഏത് പ്രമേഹ രോഗിക്കും ഒരിക്കലെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിക്കൊണ്ട് പരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ പ്രവർത്തനം കുറഞ്ഞ ഒരു അവസ്ഥയിലാവാം. മറ്റു ചില വ്യക്തികൾക്ക് പ്രമേഹത്തിൻ്റെ കൂടെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി വരുന്ന ഒരു അവസ്ഥയായ തൈറോടോക്സിക്കോസിസും കണ്ടുവരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ സംശയിക്കും എന്ന് നമുക്കൊന്ന് പഠിക്കാം. പ്രമേഹ രോഗത്തിൽ വെയിറ്റ് കുറയാം, ഒരു പക്ഷേ മരുന്നിന് ശേഷം വെയിറ്റ് കൂടാം. അനിയന്ത്രിതമായ രീതിയിലുള്ളതായ വെയിറ്റ് കുറയലും കൂടലും തീർച്ചയായിട്ടും തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്നതാണ്. രണ്ടാമത്തെ അവസ്ഥ, പ്രമേഹ രോഗികളിൽ പ്രമേഹം നിയന്ത്രിക്കാൻ അല്പം ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പ്രമേഹ രോഗികൾക്ക് തൈറോയിഡിൻ്റെ അസുഖം കണ്ടുവരാം എന്നതുകൊണ്ട് ലക്ഷണങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കി നിൽക്കാതെ ചികിത്സയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ പ്രമേഹ ചികിത്സയ്ക്ക് മുമ്പെങ്കിലും അല്ലെങ്കിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പരിപൂർണമായി നമുക്ക് ഈ അസുഖം കൺട്രോൾ ചെയ്യാനും രോഗിക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാനും കഴിയും എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രമേഹ രോഗികളും മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. രണ്ടാമതായിക്കൊണ്ട് ഈ വ്യക്തികളുടെ ഒരു ലൈഫിൽ വരുന്നതായ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് വളരെ നന്നായിരിക്കും എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഡോക്ടറോട് പറയുക, പരിശോധിക്കുക, കണ്ടുപിടിക്കുക, ചികിത്സ തേടുക, ആവശ്യമുണ്ടെങ്കിൽ ചികിത്സിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ഹെൽത്ത് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.